ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ജീസസ് സേസ് കം ബാക്ക് വിത്ത് എ ക്രോഷറ്റ് ബേബി ഡ്രസ്സ് ആണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സിമ്പിൾ ക്രോഷറ്റ് ബേബി ഡ്രസ്സ് ഉണ്ടാക്കുന്ന ഒരു ഈസി ലേണിംഗ് ട്യൂട്ടോറിയലാണ്. സോ നമുക്ക് തുടങ്ങാം. നമ്മൾ ഇതുപോലത്തെ ഒരു സ്മോൾ ബേബി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലത്തെ ഒരു നൈസ് ഡ്രസ്സാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ക്രോഷറ്റിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡൗട്ടുള്ളൊരു ബേസിക്സ് അറിയാത്തവരും ആ വീഡിയോ ജസ്റ്റ് കാണുക. ഇനി ഈ വീഡിയോസിൽ ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് ക്രോഷറ്റിൻ്റെ നൂല് ഒരൊറ്റ നൂല് വെച്ചിട്ടാണ് നമ്മൾ ഈ മൊത്തം ക്രോഷറ്റ് തുന്നുന്നത്. ഈ ഒരു അറ്റത്തെ നൂല് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത എല്ലാ വർക്കും നമുക്ക് കളയാൻ പറ്റും. നമ്മളിപ്പോൾ തന്നെ ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ പെട്ടെന്ന് നമ്മൾ ആ നൂല് വലിക്കുമ്പോൾ ഇതുവരെ ചെയ്ത ചെയിനുകളൊക്കെ വിട്ട് പോകണമുണ്ടോ, അതുപോലെയാണ്. ഇനിയിപ്പോൾ നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഒരു സ്ലിപ്പ് നോട്ട് വെച്ചിട്ട് ഞാനൊരു ചെയിൻ ഉണ്ടാക്കിയാക്കണതാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ ഇതെങ്ങനെയാണ് ചെയിൻ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, സ്ലിപ്പ് നോട്ട് ചെയ്ത് കഴിഞ്ഞ് ചെയിനിട്ട് പോവാം. ഇതുപോലെ ചെയിനിട്ട് പോവാം, അത്രയ്ക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു കാര്യം ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടം, അതായത് ടോപ്പ് ഭാഗം ചെയ്യാനാണ് നമ്മൾ ഇതുപോലെ ചെയിനിട്ട് പോണത്. അപ്പോൾ ഏകദേശം സ്മോൾ ബേബീസൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു 42 സംതിങ് ഒക്കെ ചെയിനായിരിക്കും നമ്മൾ ഇടേണ്ടി വരിക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഏകദേശം 42-43 ചെയിനൊക്കെയാണ് ഇട്ടാക്കണത്. എന്നിട്ട് 42-43 ചെയിൻ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു ചെയിൻ അതായത് എന്തോരം നമുക്ക് വീതി വേണം അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ ചെയ്ത ചെയിൻ സ്റ്റിച്ച് നമ്മൾ തിരിച്ച് വീണ്ടും ചെയ്യണം. അങ്ങനെ അവിടുന്ന് വീണ്ടും ഇപ്പുറത്തേക്ക് തിരിച്ച് ചെയ്യണം. അങ്ങനെ ചെയ്ത് നമുക്ക് എന്തോരം അളവിലാണ് നമ്മുടെ ടോപ്പ് പോർഷൻ വേണ്ടത് അത്രയും അളവിൽ നമ്മളത് ചെയ്യണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ നമ്മൾ മറ്റേ അറ്റത്തുനിന്ന് ഈ അറ്റം വരെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പുറത്തെ അറ്റത്തേക്ക് ചെയ്യാനായിട്ട് ഈ ഹുക്ക് ലാസ്റ്റത്തെ ചെയിൻ്റെ ഉള്ളിൽ നിന്ന് 4ാമത്തെ ചെയിനിലേക്കാണ് നമ്മൾ ഇടേണ്ടത്. 4ാമത്തെ ചെയിനിലേക്ക് ഇട്ടിട്ട് നമ്മൾ ആ 4ാമത്തെ ചെയിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് നമ്മൾ നമ്മുടെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കേണ്ട ലോങ് നൂലില്ലേ, അതായത് യാണിന്മേന്ന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള നൂലുണ്ട്. ആ യാൺ നമ്മളെപ്പോഴും സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. നമ്മുടെ 2 വിരൽ വെച്ച് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. എന്നിട്ട് ഈ ഒരു ഹുക്ക് വെച്ചിട്ട് നമ്മൾ ഈ സ്ട്രെച്ച് ചെയ്ത് പിടിച്ച നൂല് അതിൽ നിന്ന് ജസ്റ്റ് വലിച്ചെടുക്കണം. ഞാൻ ഒന്നുകൂടി കാട്ടിത്തരാം. ജസ്റ്റ് ഇങ്ങനെ നൂലെടുത്തിട്ട് നമ്മൾ 4ാമത്തെ നൂല്, അതായത് അറ്റത്തുനിന്ന് എൻഡിൽ നിന്ന് 4ാമത്തെ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ആ ലോങ് നൂല്, അതായത് സ്ട്രെച്ച് ചെയ്ത് പിടിക്കണ നൂല് ജസ്റ്റ് ഒന്ന് വലിക്കുക. അതായത് വലിച്ചതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ അതിനാണ് ഈ ഹുക്ക് യൂസ് ചെയ്യണത്. അപ്പോൾ ഹുക്ക് വെച്ചിട്ട് നമ്മൾ ആ നൂല് ജസ്റ്റ് ഒന്ന് വലിച്ച് എടുക്കാം. ഇതിനെയാണ് ഇനി അപ്പോൾ നമുക്ക് 3 എണ്ണമായിട്ട് കിട്ടും. ഇനി വീണ്ടും നമ്മൾ ഈ ഹുക്ക് യൂസ് ചെയ്ത് ആ നൂല് വലിച്ച് 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം. 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുമ്പോൾ നമുക്ക് 2 സ്റ്റിച്ച് പോലെ കിട്ടും. ഇനി വീണ്ടും നമ്മൾ സെയിം റിപ്പീറ്റ് ചെയ്ത് ആ 2 എണ്ണത്തിൽ കൂടെ എടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു പാറ്റേൺ ഫോം ചെയ്യും. ഇതിൻ്റെ സ്റ്റാർട്ടിങ്, അതായത് ഈ ചെയിൻ ഇടണതിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി ഫസ്റ്റ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇനി വീണ്ടും നമ്മൾ ഈ സെയിം പാറ്റേൺ ചെയ്യുക. അതായത് വലിച്ച് എടുക്കുമ്പോൾ 3 എണ്ണം കിട്ടും. വീണ്ടും നമ്മുടെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ച നൂലിൽ നിന്ന് വലിച്ചെടുത്ത് 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കടത്തുക. അത് കഴിഞ്ഞ് വീണ്ടും 1 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കടത്തുക. ഇങ്ങനൊരു പാറ്റേൺ കിട്ടും. ഈ ഒരു പാറ്റേൺ ഫുൾ ആ ഒരു ചെയിൻ മൊത്തം നമ്മൾ കംപ്ലീറ്റ് ആക്കുമ്പോൾ നമ്മുടെ 1ാമത്തെ സെക്ഷൻ കഴിയും. ഞാൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് വലിച്ച് ഉള്ളിൽ കൂടെ എടുത്തിട്ട് സ്ട്രെച്ച് ചെയ്ത നൂലിൽ നിന്ന് ലൂപ്പ് എടുക്കുക. അപ്പോൾ 3 ലൂപ്പ് പോലെ ഫോം ചെയ്യും. വീണ്ടും സ്ട്രെച്ച് ചെയ്ത് 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുമ്പോൾ നമുക്ക് 2 ഹോൾ വരും. അപ്പോൾ വീണ്ടും സ്ട്രെച്ച് ചെയ്ത് ആ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഇതുപോലെ ഈ ഒരു പാറ്റേൺ നമ്മൾ ആ ഒരു നൂല് നമ്മൾ ചെയ്ത് വെച്ച ആ ചെയിൻ്റെ അറ്റം വരെ അപ്പുറത്തേക്ക് ചെയ്ത് പോകണം. അത്രയ്ക്കാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിനിൻ്റെ ഫുള്ള്, അതായത് നമുക്ക് എന്തോരം വീതി വേണം ആ വീതി വരെയാണ് ആ ചെയിൻ നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞതാണ്, ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിനി അടുത്ത പോർഷൻ തുടങ്ങണം. അടുത്ത പോർഷൻ തുടങ്ങാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള ആ ഒരു നൂലില്ലേ, അതായത് വിട്ട് കിടക്കുന്ന നൂല്, ആ സ്മോൾ യാൺ,
അത് നമുക്ക് രണ്ടാമത് നമ്മൾ അപ്പുറത്തേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യണം. കാരണം ഒന്നില്ലെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്യണം. പക്ഷെ കട്ട് ചെയ്ത് കളയുന്നത് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യില്ല. കാരണം ചിലപ്പോഴൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാലും അത് നൂല് കട്ട് ചെയ്ത് കൊടുത്തുനിന്ന് ഇങ്ങനെ വിട്ട് പിന്നെ അത് മൊത്തം അഴിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഈ ഒരു വട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം, പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലിയ നൂലാണ്. സോ നമുക്ക് യാൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ചെറിയ നൂല് അവിടെ വെച്ച് നമ്മൾ ഈ ഒരു ഡബിൾ ക്രോഷ് നമ്മൾ അത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ചെയ്യണം. നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് സ്ലോയിലിട്ട് കാണാം. ഇപ്പം നമ്മൾ ആ ചെറിയ നൂല് നമ്മൾ ജസ്റ്റ് അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചാക്കാണ്. എന്നിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണ് ബ്രോഷഡ് ചെയ്യുക അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, വേറെ ഒരു വ്യത്യാസമില്ല. നമ്മൾ ഏറ്റവും ലോങ് ആയിട്ടുള്ള നൂലിൽ നിന്ന് നമ്മൾ ഒരു ലൂപ്പ് എടുത്ത് നമ്മൾ ചെയിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വീണ്ടും ആ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചതിന് വലിച്ചെടുത്ത് 3 അപ്പോൾ ലൂപ്പ് വരും. പിന്നെ വീണ്ടും നോക്കുമ്പോൾ 2 ലൂപ്പ് വരും, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ചെറിയ ആയാണ് നമ്മൾ ആ സൈഡിൽ ജസ്റ്റ് ഒന്ന് പിടിക്കണമെന്നുള്ളൂ. അതങ്ങനെ പിടിച്ച് നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ അതിൻ്റെ ഉള്ളിലായി പോവും. ഇപ്പം ഞാനത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയ നൂല് നമുക്ക് കാണാം, അതൊക്കെ അതിൻ്റെ ഉള്ളിലായിപ്പോയി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ ആ നൂല് പെട്ടെന്നൊന്നും വിട്ട് വരാനൊന്നും സാധ്യതയില്ല, കാരണം ഇത്രയും അധികം നൂലിൻ്റെ ഉള്ളിൽ കൂടെയാണ് ആ നൂല് പോയിക്കണം. അപ്പോൾ ഞാനിത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത ഒരു സെറ്റാണിത്. ഇനി ഈ ഒരു സെറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് അപ്പുറത്തേക്ക് വീണ്ടും ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ചെയ്തത് ആദ്യം കംപ്ലീറ്റ് ആകണം. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഫില്ലാക്കിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഹുക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നമ്മൾ ആദ്യം ഡബിൾ ക്രോഷറ്റ് ചെയ്തത് ഞാൻ ആദ്യം കാട്ടി തന്നല്ലോ, ആ സെയിം പോലെ തന്നെ വീണ്ടും ചെയ്യുക. അങ്ങനത്തെ അത് കംപ്ലീറ്റ് ആക്കുക. നമുക്കത് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ അറ്റം കംപ്ലീറ്റ് ആയ പോലെ തോന്നണം. കംപ്ലീറ്റ് ആയ പോലെ തോന്നുമ്പോൾ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത സെറ്റ് അപ്പുറത്തേക്ക് തിരിച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഇത് കംപ്ലീറ്റ് ആവാത്ത പോലെ തോന്നണം. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും 2-3 ഡബിൾ ക്രോഷേ ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആക്കിയത്. ഇപ്പോൾ അത് അത്യാവശ്യം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരൊറ്റ ലൈൻ പോലെ ആയിട്ടുണ്ടത്. ഇനി അടുത്തത് നമുക്ക് അടുത്ത സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പോർഷൻ ജസ്റ്റ് ഒന്ന് തിരിക്കുക. എന്നിട്ട് നമ്മുടെ ഹുക്ക് വെച്ചിട്ട് നമ്മൾ സാധാരണ എന്താണ് ചെയ്യാറുള്ളത്, ഈ ഡബിൾ ക്രോഷറ്റ് ഈ ഹുക്ക് വെച്ചിട്ട് സാധാ ഡബിൾ ക്രോഷറ്റ് വലിക്കുന്നു, ഉള്ളിൽ നിന്ന് എടുക്കുന്നു, ലൂപ്പ് എടുക്കുന്നു, അപ്പോൾ 3 ആവുന്നു. വീണ്ടും വലിച്ച് 2 ഉള്ളിൽ കൂടെ കയറ്റുന്നു, അപ്പോൾ 2 ലൂപ്പ് വരും. വീണ്ടും നൂല് വലിച്ച് 2 കൂടെ എടുക്കുന്നു, വീണ്ടും സെയിം മെത്തേഡ്. അങ്ങനെ ചെയ്തതാണ്, 3 വെച്ച് ചെയ്തതാണ് ഇത്. ഇനി ഈ ഒരു സെയിം പാറ്റേൺ നമ്മൾ എത്ര വേണം അത്രയും ചെയ്യാം. ഞാൻ ഏകദേശം ഒരു 11 സെറ്റൊക്കെയാണ് ഞാൻ ചെയ്തത്. ഇങ്ങനെ 11 സെറ്റൊന്നും വേണ്ടി വരില്ല, ചിലത് 6 ചിലത് 7 സെറ്റൊക്കെയാണ് ചെറിയ ബേബീസിന് വേണ്ടി വരാം. ഞാൻ കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ളൊരു ടോപ്പാണ്, അതായത് ഫ്രോക്കിൻ്റെ ടോപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു 11 പാറ്റേൺ വരുന്നൊരു ക്രോഷറ്റാണ് ചെയ്തത്. അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ കിട്ടും. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മുടെ ഹുക്കിരിക്കണ ആ ഒരു ഹോളുണ്ട്, ആ ഹോൾ ജസ്റ്റ് ഒന്ന് ലൂസാക്കുക. അതായത് നമ്മൾ ഇത്തിരി ടൈറ്റ് ആക്കിയിട്ടായിരിക്കും അത് പിടിക്കുക. എന്നിട്ട് അറ്റത്ത് അത് കട്ട് ചെയ്ത് കളയുക, ആ ഒരു നൂല് കട്ട് ചെയ്ത് കളയുക. ജസ്റ്റ് അത്രയ്ക്കേ ഉള്ളൂ. ഇനി ആ കട്ട് ചെയ്ത് കളഞ്ഞ നൂലിൽ അത് ആ ഹോളിൽ കൂടെ ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കുക. ജസ്റ്റ് ഇതുപോലെ ഹോളിൽ കൂടെ ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിയുമ്പോൾ അതൊരു കടിക്കെട്ട് പോലെയാവും. എന്നിട്ട് ആ ബാക്കി വന്ന നൂല് ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കളയാം. വേണമെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ നൂലിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം, പക്ഷെ നമുക്ക് ഇനിയൊന്നും ചെയ്യാനില്ല അതിൽ. അതുകൊണ്ട് നമ്മളത് ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇതുപോലത്തെ തന്നെ 2 സെറ്റ് നമുക്ക് വേണം, കാരണം നമുക്ക് ഫ്രണ്ടും ബാക്കും വേണമല്ലോ ടോപ്പ്. അപ്പോൾ ഇതുപോലത്തെ 2 സെറ്റ് നമ്മൾ ചെയ്തുണ്ടാക്കണം. അങ്ങനെ 2 സെറ്റ് ചെയ്തുണ്ടാക്കിയതാണ് ഈ കാണുന്നത്. അപ്പോൾ 1ാമത്തെ സെറ്റും 2ാമത്തെ സെറ്റും ചെയ്ത് വന്നപ്പോൾ ഇത് ഇത്തിരി എഡ്ജിലും സൈഡിലൊക്കെ കുറച്ചൊരു വ്യത്യാസവും കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളത് അറ്റത്ത് വെച്ചിട്ട് നമ്മൾ ക്രോഷേ വെച്ചിട്ട് തന്നെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ അത് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് സ്റ്റിച്ച് ചെയ്തിട്ട് മറച്ചിടുമ്പോൾ അത് നേരെയായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോഷറ്റ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്രോഷറ്റ് പാക്കിൽ തന്നെ വരുന്ന മറ്റേ തുന്നണ സൂചി പോലത്തെ സാധനങ്ങളുണ്ടാവും, അതാണ് ഞാൻ ഓൾറെഡി ഫസ്റ്റ് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്, അത് ജസ്റ്റ് കാണാൻ ഡൗട്ടുള്ളവരൊക്കെ. ഇനിയെന്ന് പറയുന്നത് ഇത് പിന്ന്, അതായത് നമുക്ക് അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ തുന്നി വരുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാണ്ടിരിക്കുക, നമ്മൾ ജസ്റ്റ് ഒന്ന് പിന്ന് ചെയ്ത് കൊടുക്കാം.
ഇനി സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ സാധാ നൂലും സൂചി എടുത്ത് സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ സാധാരണ നൂലെടുക്കണ പോലെ തന്നെ ഇവിടെ നമ്മൾ ക്രോഷറ്റ് ആയതുകൊണ്ട് യാൺ എടുക്കണം. എന്നിട്ട് യാൺ നമ്മുടെ ആ സൂചിയുടെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് സൂചി നൂലും കോർക്കണ പോലെ തന്നെ കോർക്കണം. ഇനി ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് എന്തോരം നമുക്ക് ആവശ്യമുണ്ട്, അതായത് ഇപ്പോൾ ഈ സൈഡ് തുന്നാൻ നമുക്ക് എന്തോരം ആവശ്യമുണ്ട് നമുക്ക് ഏകദേശം ഊഹിക്കാം. അവിടെ വെച്ച് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇവിടെ ഈ അറ്റത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തെറ്റാണ്ടിരിക്കുക നമ്മൾ ജസ്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് സൂചി നൂല് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് കയറ്റി. ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കടുങ്കെട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ കയറ്റുമ്പോൾ ഇത് പുറത്തേക്ക് പോകും. കാരണം ഇത് തുണിയല്ലല്ലോ, ക്രോഷറ്റിൻ്റെ ഹോൾസ് വലുതായതുകൊണ്ട് തന്നെ നമ്മൾ അറ്റത്ത് നൂലുകൊണ്ട് ഇങ്ങനെ കെട്ടി കഴിഞ്ഞാലും അത് അതിൻ്റെ ഉള്ളിൽ കൂടെ പോവും. അപ്പോൾ നമ്മളതങ്ങനെ നൂലുകൊണ്ട് കെട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂല് നമ്മൾ സൂചി നൂലും വെച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കോർത്തിട്ട് ഒരു നൂല് മാത്രം അതിൻ്റെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഒരു നൂല് ക്രോഷറ്റിൻ്റെ ഹോളിൻ്റെ ഉള്ളിലും ഒരു നൂല് പുറത്തുമായിരിക്കും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് കെട്ടിയിട്ട് കൊടുക്കുക, അതായത് കടുങ്കെട്ട് പോലെ ഒരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ നൂല് ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിക്കുമ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ കിടന്നോളും, സ്റ്റിക്ക് ചെയ്ത് കിടന്നോളും നമ്മൾ. അപ്പോൾ നമ്മൾ ഒരേ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് നമ്മൾ കടുങ്കെട്ടിട്ടാലും കാര്യമില്ല, കാരണം ഹോൾ വലുതാണ്. അപ്പോൾ കടുങ്കെട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഉരി പോരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട നൂലിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാലും അത് അവിടെ ഇങ്ങനെ കിടക്കും. ഇത് നമ്മൾ സാധാരണ നൂലും സൂചി എടുത്ത് എങ്ങനെയാണ് തുന്നുക അതുപോലെ തന്നെ സാധാരണ തുന്നാം. ഇതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ തുന്നണേന് ഒരു മെത്തേഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ചിലവർക്ക് ഇനിയിപ്പോൾ ക്രോഷറ്റ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ സിംഗിൾ ക്രോഷറ്റ് ചെയ്ത പോലെയൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ ക്രോഷറ്റ് ഹുക്ക് വെച്ചിട്ട് തന്നെ ചെയ്യാം. പക്ഷെ നമ്മളങ്ങനെയൊന്നും ചെയ്യണില്ല. നമ്മൾ ഈ സൂചി നൂലെടുത്ത് സാധാരണ എങ്ങനെയാണ് തുണികളൊക്കെ സ്റ്റിച്ച് ചെയ്യണത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ക്രോഷറ്റിൻ്റെ ടോപ്പ് നമ്മൾ യാണ് യൂസ് ചെയ്തിട്ട് ആ പാക്കിൽ വരുന്നതാണ് ഈ സൂചി, അതുപോലെ തന്നെ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്നിട്ട് ജസ്റ്റ് നമ്മളെങ്ങനെയാണ് കടുങ്കെട്ടിടാം അതുപോലെ തന്നെ കടുങ്കെട്ടിടാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയും. ഇനി അപ്പുറത്തെ പോർഷൻ ഇപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ മാത്രമാണ് ചെയ്തത്, അതുപോലെ തന്നെ അപ്പുറത്തെ പോർഷനും നമ്മൾ ചെയ്യുക. ഇതിപ്പോൾ കണ്ട നമ്മൾ ചെയ്ത പോർഷൻ അങ്ങോട്ട് മറിക്കുമ്പോൾ ഇത് നേരെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ വരുന്നത് നമ്മുടെ ഉള്ളിലത്തെ ഭാഗമാണ് വരുന്നത്. അപ്പോൾ ഉള്ളിലത്തെ ഭാഗം ആക്കി വെച്ചിട്ട് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി മറ്റോടത്ത് ചെയ്ത പോലെ തന്നെ ഇപ്പുറത്തും നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അത് ഞാൻ ജസ്റ്റ് അങ്ങനെ കാട്ടണില്ല. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് തിരിച്ചിടുമ്പോൾ ഇതുപോലെ നേരെ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് പോർഷൻ, ഇതാണ് നമ്മുടെ വരുന്നത്. അപ്പോൾ എന്തോരം നമുക്ക് അളവ് വേണം അത്രയും തന്നെ നമ്മൾ കൊടുക്കുക. ഇനി അടുത്ത് നമ്മൾ ബോട്ടം ചെയ്യാനായിട്ട് ഹുക്ക് ജസ്റ്റ് ആ ഒരു അതായത് വെള്ള നമ്മുടെ എവിടെ നിന്നാണ് ബോട്ടം വേണ്ടത് അവിടെ നിന്ന് ആ ഒരു ഹുക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബോട്ടം പിങ്ക് നൂല് യാണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ പിങ്ക് യാണ് ജസ്റ്റ് ഒന്ന് വളച്ച് പിടിക്കുക, വെറുതെ ഒന്ന് വളച്ച് പിടിക്കുക. എന്നിട്ട് ഈ ഹുക്ക് യൂസ് ചെയ്ത് വെറുതെ ആ ഇതിൽ കൂടെ ഒന്ന് കയറ്റി കൊടുക്കുക. ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്കിലൊന്ന് കടുങ്കെട്ടിട്ട് വെക്കാം, അതായത് രണ്ട് നൂലും കൂടി കടുങ്കെട്ടിടാം. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്തു തുടങ്ങണം അതുപോലെ തന്നെ ചെയ്തു തുടങ്ങാം. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ വെള്ള ചെയ്ത പോലെ തന്നെ ഡബിൾ ക്രോഷറ്റ് വെച്ച് ചെയ്യുന്നു. അതായത് വെള്ളക്കോട് എടുക്കുന്നു, മറ്റേ വലിയ നൂല് സ്ട്രെച്ച് ചെയ്ത് വെള്ളക്കോട് എടുക്കുന്നു. എന്നിട്ട് ഇതിൽ കൂടെ എടുത്ത് രണ്ടെണ്ണത്തിൽ കൂടെ കയറ്റുന്നു. എന്നിട്ട് പുറത്തേക്ക് വരുമ്പോൾ 2 ലൂപ്പ് ഫോം ചെയ്യും. ആ 2 ലൂപ്പിൽ കൂടെ വീണ്ടും വലിക്കുന്നു. അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെയാണ് നമ്മൾ ചെയ്യണത്. പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ള നൂലുമ്മ ഈ ഒരു പിങ്ക് നൂലാണ് ചെയ്യണത്. സോ നമ്മൾ ബോട്ടം ഭാഗം നമ്മൾ പിങ്ക് കളറാണ് ഉദ്ദേശിക്കുന്നത്. ബോട്ടം നമ്മൾ ഡബിൾ കളറാണ് ചെയ്യുന്നത്. ആക്ച്വലി പിങ്കും പിന്നെ ഒരു മജന്ത കളർ വെച്ചിട്ടുള്ളൊരു നൂലാണ് നമ്മൾ ചെയ്യണത്. കാരണം നമ്മൾ ചെയ്ത് വന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇറക്കം ഭയങ്കര കുറവ് പോലെ തോന്നി. സോ നമുക്ക് ഇഷ്ടമുള്ള എത്രയും ഇറക്കാക്കാം. ഇപ്പോൾ നമുക്ക് എക്സ്ട്രാ നൂല് വെച്ച് പല കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പാറ്റേൺ ഫോം ചെയ്യും. ഇതിപ്പോൾ ഫുള്ള് ഞാനത് ചെയ്തു. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി രണ്ടറ്റവും സൈഡ് തുന്നി കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ബാക്ക് സൈഡ് വെച്ചിട്ടാണ്, അതായത് ബാക്കിലത്തെ ഭാഗം പുറത്തേക്ക് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത്. ജസ്റ്റ് നമ്മൾ ചെയ്ത് വരുമ്പോൾ ഒരു വട്ടം പോലെ പോവും ഇങ്ങനെ ഫോം. ഇതൊരു ലൂപ്പ് പോലെ സർക്കിൾ ലൂപ്പ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ എവിടെയും വെച്ച് സ്റ്റോപ്പ് ചെയ്യണതില്ല, കാരണം നമ്മൾ അതായത് ടോപ്പിൻ്റെ രണ്ടറ്റവും സ്റ്റിച്ച് ചെയ്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക്
പ്രത്യേകിച്ച് അങ്ങനെ വലിയ പണിയില്ല. ഇങ്ങനെ ഇത് ഫുള്ള് ഇങ്ങനെ ഈ ഡബിൾ ക്രോഷ്യ വെച്ച് ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ഒരു ഉടുപ്പിൻ്റെ പോലെ കിട്ടും. ഇനി ഞാനിപ്പോൾ ഇതിൽ മജന്ത കളറ്, പിങ്കിൻ്റെ ഏറ്റവും അടിയിൽ മജന്ത കളറ് വെച്ച് ചെയ്തിട്ടുണ്ട്. അത് സാധാരണ നമ്മളെങ്ങനെയാണ് ഈ വെള്ളായ്മ പിങ്ക് നൂല് എങ്ങനെയാണ് ഞാൻ കയറ്റിയത് അതുപോലെ തന്നെ സെയിം മെത്തേഡാണ് വരുന്നത്. ആ മജന്ത കളറ് ഈ പിങ്കുമ്പം കയറ്റുമ്പോൾ വേറെ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഡബിൾ ക്രോഷ് തന്നെയാണ്. അതായത് നമ്മുടെ നൂലുമേന്ന് സ്ട്രെച്ച് ചെയ്ത് നമ്മൾ വലിക്കുന്നു, 3 കൂടെ വലിക്കുന്നു, പിന്നെ 2 കൂടെ വലിക്കുന്നു, അത്ര തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിനി ചുറ്റും, അതായത് ഈ ഒരു സംഭവത്തിൻ്റെ ചുറ്റും ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കണ്ട് ഒരു വളവ് പോലെ ഇങ്ങനെ വളഞ്ഞ് പോയേക്കണുണ്ട്. അങ്ങനെ കിട്ടാനായിട്ട് നമ്മൾ ആദ്യത്തെ ഒരു പോർഷൻ ചെയ്ത് കഴിയുമ്പോൾ, ആദ്യത്തെ ഒരു പിങ്ക് ഫുൾ പോർഷൻ ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ പോർഷൻ ലൂപ്പ് ഫോം ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഒരേ ഹോളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 4 വട്ടം ഡബിൾ ക്രോഷ്യ സെയിം ഹോളുമ്പോൾ തന്നെ ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു വളവ് പോലെയുള്ളത് കിട്ടും. പിന്നെ നമ്മൾ സാധാരണ ചെയ്താൽ മതി, മൂന്നാമത്തെ ലൂപ്പ് നമ്മൾ സാധാരണ പോലെ ചെയ്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞു ഈ കൈയുടെ സ്ലീവ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്തുല്ലോ, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ചെയ്തിട്ട് നമ്മൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് നൂലും സൂചിയും വെച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അത്രയ്ക്കും തന്നെയുള്ളൂ. പിന്നെ ഞാൻ ഫ്രണ്ടിൽ ഒരു ഭംഗിക്ക് ഒരു പൂവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സിമ്പിളാണ് പൂവ്, അത് നമുക്ക് വേണമെങ്കിൽ വയ്ക്കാം, അതൊരു ഓപ്ഷണലാണ്. സോ പൂവൊക്കെ ചെയ്യണത് ഞാൻ അടുത്ത വീഡിയോസിൽ ചെറിയ പൂക്കൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോസിൽ ഇടുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ, ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബേബി ഫ്രോക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. സോ എല്ലാവരും ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു ഗൈസ്.